പ്രിയപ്പെട്ട എംഎസ്എഫിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നേതാക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി നിന്നുകൊണ്ട് എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാനുള്ള ആത്മാർത്ഥത നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഏതാണ് നിന്റെ പാർട്ടി എന്ന് ചോദിക്കുമ്പോൾ, ഏത് പതാകയാണ് നീ പിടിക്കുന്നത് എന്ന് ചോദിപ്പിക്കുമ്പോൾ, മദ്രാസ് അസംബ്ലിയിൽ മുസ്ലിം ലീഗ് പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ, ഈ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകാമെന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിസ്ഥാനമല്ല വേണ്ടത്, തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ കുറ്റിപ്പുറത്തൊരു പാലം വേണമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ദക്ഷിണേന്ത്യയിൽ അലിഗഡ് എന്ന് പറയുന്ന ഫറൂഖ് കോളേജിന്റെ രജിസ്ട്രേഷന് അനുമതി വേണമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ സാധിക്കണം. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ദിശയറിയാതെ ദിക്കറിയാതെ പകച്ചു നിന്നിരുന്നൊരു സമുദായമുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചിരുന്ന ഒരു സമുദായമുണ്ട്. അവർക്ക് മുന്നിൽ നമ്മൾ എവിടേക്കും പോവേണ്ടവരല്ല. നമ്മൾ ഈ രാജ്യത്തിന്റെ അധികാര ശിരാകേന്ദ്രത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരനായി, ഇവിടുത്തെ മന്ത്രിസഭകളിലും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗുകാരനായി നമ്മളോടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ കായിരെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മുസ്ലിം ലീഗിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കണം. മലബാറിലെ മഹാദുരിതപ്പെയ്ത്തിൽ കോളറയും മസൂരിയും വന്ന് അനാഥമാക്കപ്പെട്ട ബാല്യങ്ങൾക്ക് രക്ഷിതാക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മരണപ്പെട്ട കൂരകളിലേക്ക് യതീമാക്കപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്കൊരു രക്ഷിതാവായി, അവർക്കൊരു പിതാവായി കൂടെ നിന്ന MK ഹാജിയുടെ മുസ്ലിം ലീഗിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും ആരുടെ മുന്നിലും തലകുനിക്കേണ്ടവരല്ല. ഈ സമുദായം ആരുടെയും വെള്ളം കോരികളല്ല. മദ്രസകളിൽ മാത്രം പോവേണ്ടിയിരുന്ന, മദ്രസകളിൽ മാത്രം വിദ്യാഭ്യാസം നടത്തേണ്ടിയിരുന്ന ഒരു സമുദായത്തിന് കോളേജുകളും സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും പണിത് ഈ രാജ്യത്ത് അഭിമാനകരമായി ജീവിക്കാൻ അസ്തിത്വബോധം നൽകിയ CH-ന്റെ മുസ്ലിം ലീഗിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ജീവിച്ചുപോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ അംബാസിഡർ എന്ന് പറയുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിടിച്ച ഈ ഹരിത പതാക പിടിച്ചുകൊണ്ടാണ് നമ്മൾ തെരുവിൽ നിൽക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നമുക്കാവില്ലെന്ന് പറഞ്ഞ കളിയാക്കിയവർക്ക് മുന്നിൽ, ഈ പതാക പിടിച്ച് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ, കണ്ണൂരിൽ ജനിച്ച് മന്ത്രിയായി MLA ആയി ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ കൈ ഉയർത്തി സംസാരിച്ച ഈ അഹമ്മദിൻ സാഹിബിന്റെ മുസ്ലിം ലീഗിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ